ഹലോ ഗായ്സ്, ഗ്യാരൻറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ഹിസ്റ്ററി പോർഷൻസിൻ്റെ മാർക്കിംഗ് വെയിറ്റേജ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബോർഡ് എക്സാംസ് ഒക്കെ അടുക്കാറായല്ലോ, എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ എക്സാം എഴുതുന്നതിന് മുമ്പ് ഈ മാർക്കിംഗ് വെയിറ്റേജ് അറിഞ്ഞു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ എക്സാം എഴുതുമ്പോൾ ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്ക് ഉണ്ടാകും, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാം, ആ ക്വസ്റ്റ്യൻസിൻ്റെ വെയിറ്റേജ് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പ്ലാൻഡ് ആയതുകൊണ്ട്, പ്രിപ്പയർഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാംസ് കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പമാക്കാനാണ് ഗ്യാനരി നിങ്ങൾക്കായി സഹായിക്കുന്നത്. സോ നമുക്ക് നേരെ മാർക്കിംഗ് വെയിറ്റേജിലേക്ക് പോവാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. റെവല്യൂഷൻസിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയായിരിക്കാം. പക്ഷേ നമ്മുടെ ലോകത്തിനെ തന്നെ മാറ്റിമറിച്ച ഒരുപാട് റെവല്യൂഷൻസിനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മാർക്കിംഗ് വെയിറ്റേജ് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് അത് എന്താണ്, അതിൽ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞുതരാം. ആദ്യം വരുന്നത് അതിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, പിന്നെ ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, ദ റഷ്യൻ റെവല്യൂഷൻ. അപ്പോൾ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്ന ചാപ്റ്ററിൽ നിന്ന് 4 to 6 മാർക്സിൻ്റെ അകത്ത് നിന്ന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ എന്നത് വേൾഡ് ഇൻ ദ 20th സെഞ്ചുറി, 20ാം നൂറ്റാണ്ടിൽ നമ്മുടെ ലോകം എങ്ങനെയായിരുന്നു, എന്തൊക്കെ സംഭവങ്ങളാണ് ഈ നൂറ്റാണ്ടിൽ നടന്നത് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് വേൾഡ് വാർ 1നെയും വേൾഡ് വാർ 2നെയും പറ്റിയും പിന്നെ കോൾഡ് വാറിനെ പറ്റി, അങ്ങനെ കുറച്ച് യുദ്ധങ്ങളെ പറ്റിയാണ്. കുറച്ച് യുദ്ധങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോകത്തിനെ തന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത യുദ്ധങ്ങളാണ് ഇതെല്ലാം. നിങ്ങൾക്ക് അറിയായിരിക്കും ഹിറ്റ്ലറിനെ പറ്റിയും മുസോളിനിയെ പറ്റിയും അവർ നടത്തിയ യുദ്ധങ്ങളെ പറ്റിയും ആ ഒരു യുദ്ധങ്ങളെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വേൾഡ് ഇൻ ദ 20th സെഞ്ചുറി എന്ന ചാപ്റ്ററിൻ്റെ മാർക്കിംഗ് വെയിറ്റേജ് എന്ന് പറയുന്നത് 5 to 8 മാർക്സ് ആണ്. 5 തൊട്ട് 8 മാർക്കിൻ്റെ ഇടയിൽ ഉള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കും. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതിനർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം നടന്നു പോകണമെങ്കിൽ, ഏത് രാജ്യമാണെങ്കിലും നടന്നു പോകണമെങ്കിൽ അതിന് പ്രോപ്പറായിട്ടൊരു അഡ്മിനിസ്ട്രേഷനും സിസ്റ്റവും ഉണ്ടാവണം. ആ സിസ്റ്റം എന്തൊക്കെയാണ് സിസ്റ്റത്തിലുള്ളത്, എന്തൊക്കെയാണ് അതിൽ വർക്ക് ആവുന്നത്. ഈ ചാപ്റ്ററിലുള്ള മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ തന്നെ സബ് ടോപ്പിക്സ് ആയ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, ഇ ഗവർണൻസ്, റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു സർവീസ്, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, പിന്നെ അതിൻ്റെ എന്തൊക്കെയാണ് അതിൽ അസിസ്റ്റ് ചെയ്യുന്നത്, അത് ഇൻഷുറൻസ്, വെൽഫെയർ ഓഫ് പീപ്പിൾ, പബ്ലിക് ഇഷ്യൂസിനുള്ള പ്രശ്നങ്ങൾ, ഗുഡ്സ് ആൻഡ് സർവീസ് എങ്ങനെയൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഗവൺമെൻറ് പോളിസീസ് എങ്ങനെയൊക്കെയാണ് ഫോം ചെയ്യുന്നത് എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ അതിൻ്റെ ഒരു സബ് ടോപ്പിക്കാണ് ബ്യൂറോക്രസി വരുന്നത്. അതിൽ തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അതിൽ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സും. അപ്പം മൊത്തത്തിൽ നമ്മുടെ നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യേണ്ടതെന്നൊരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഉണ്ട്. അതിനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നത്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ചാപ്റ്ററിൻ്റെ മാർക്കിംഗ് വെയിറ്റേജ് എന്ന് പറയുന്നത് 4 തൊട്ട് 6 മാർക്ക് വരെയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 4 തൊട്ട് 6 മാർക്കിൻ്റെ ഇടയിലുള്ള ചോദ്യങ്ങളായിരിക്കും. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് എക്സ്പ്ലോട്ടേഷൻ ആൻഡ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യനെ ഒരുപാട് വർഷം ഭരിച്ചു, ഇവിടെയെല്ലാം ലൂട്ട് ചെയ്ത് കൊണ്ടുപോയി എന്നൊക്കെയുള്ള കഥകൾ നിങ്ങൾക്കറിയാം. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ എന്നാണെന്നും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ഹിസ്റ്ററിനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻസിലേക്ക് എത്തിയതും എങ്ങനെയാണ് ഈ റെസിസ്റ്റൻസ് ഉണ്ടായതും, ബ്രിട്ടീഷ് റൂളിനെതിരെ ഇത്രയും വർഷം ഇന്ത്യനെ ഭരിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ എങ്ങനെയാണ് നമ്മുടെ രാജ്യം എതിർത്ത് നിന്നത് എന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ബ്രിട്ടീഷ് എക്സ്പ്ലോട്ടേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് 3 തൊട്ട് 4 മാർക്കിനിടയിലാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കൾച്ചർ ആൻഡ് നാഷണലിസം ആണ്. കൾച്ചർ ഇന്ത്യക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ കൾച്ചർ നമുക്കെല്ലാവരും, നമ്മളും ഈ കൾച്ചറിൻ്റെ ഭാഗമാണല്ലോ. മ്യൂസിക് ആയാലും ആർട്ടിലായാലും ലിറ്ററേച്ചറിലായാലും സയൻസിലായാലും എല്ലാത്തിനും നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നൊരു ചാപ്റ്ററാണ് കൾച്ചർ ആൻഡ് നാഷണലിസം. അത് പ്രസൻറ്റ് ടൈമിലല്ല, ബ്രിട്ടീഷുകാർ റൂൾ ചെയ്ത സമയത്തും അവർ ഇവിടെ നിന്ന് പോയ സമയത്തും ഉണ്ടായിരുന്ന കൾച്ചറൽ മൂവ്മെൻറ്റ്സും എന്തൊക്കെയാണ് പുതുതായിട്ട് ആ സമയത്ത് ബിൽഡായി വന്ന കാര്യങ്ങളൊക്കെ, ആർട്ടിലായാലും ലിറ്ററേച്ചറിലായാലും ജേർണലിസത്തിലൊക്കെ ആയാലും എന്തൊക്കെയാണ് പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവന്നത് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഈ കൾച്ചർ ആൻഡ് നാഷണലിസം. കൾച്ചർ ആൻഡ് നാഷണലിസം എന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് 4 തൊട്ട് 5 മാർക്കിനിടയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ 4 തൊട്ട് 5 മാർക്കിനിടയിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം. ഈ ഒരു കഥേനെ പറ്റി നിങ്ങൾ കേൾക്കാതിരിക്കാൻ ഒരു വഴിയില്ല. കാരണം നമ്മൾ ജനിച്ചപ്പോൾ തൊട്ടേ നമ്മൾ എപ്പോഴും ഓഗസ്റ്റ് 15-ാം തീയതി നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുമ്പോഴും റിപ്പബ്ലിക് ഡേ ഒക്കെ ആഘോഷിക്കുമ്പോഴും നമ്മൾ ഈ കഥേനെ പറ്റി കേൾക്കാതിരുന്നിട്ടില്ല. നമ്മുടെ ഇൻഡിപെൻഡൻസ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടായതെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ അറിയാം, അല്ലേ? അപ്പോൾ അതിനെപ്പറ്റി തന്നെ ഒന്നും കൂടെ
കറക്റ്റായിട്ട് ഒന്നും കൂടെ പ്രോപ്പറായിട്ട് പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്നത്. സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്നൊരു ചാപ്റ്ററിൽ 3 to 5 മാർക്സിനിടയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്നുള്ളതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വളരെ ദരിദ്ര രാജ്യമായിരുന്നു ഇന്ത്യ. കാരണം അത്രയും പൈസ ഇവിടെ നിന്ന് ബ്രിട്ടീഷുകാർ ലൂട്ട് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷം ഇവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ് ഒരുപാട് ഇന്നോവേഷൻസും ഒരുപാട് മുന്നേറ്റങ്ങളും ഇന്ത്യക്ക് ആ സമയത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യ ആ ഒരു ദരിദ്ര സ്റ്റേറ്റിൽ നിന്ന് ഇന്ന് കാണുന്ന നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്നൊരു ചാപ്റ്ററാണ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിൽ 5 തൊട്ട് 7 മാർക്കിനകത്തുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിനെ പറ്റി തന്നെയാണ്, കേരള ടുവേർഡ്സ് മോഡേണിറ്റി. കേരളം എങ്ങനെയാണ് നമ്മൾ ഇപ്പോഴത്തെ കേരളമായി മാറിയത് എന്ന് പറയുന്ന ഒരു ചരിത്ര റൂട്ട് മാപ്പാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. കേരള ടുവേർഡ്സ് മോഡേണിറ്റി എന്നൊരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് 4 to 6 മാർക്സിനകത്തുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്ത ചാപ്റ്റർ എന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ദ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് രൂപീകരിക്കുന്നത്, എങ്ങനെയാണ് അവിടെ പൊളിറ്റിക്സ് വർക്കാവുന്നത് എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ് ദ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. ഫ്രഞ്ച് ഫിലോസഫറായ നിക്കോളോ മാക്കിയവെല്ലിയാണ് സ്റ്റേറ്റ് എന്നുള്ള വാക്ക് കോയിൻ ചെയ്തെടുത്തത്. ദ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് 4 തൊട്ട് 8 മാർക്കിനകത്തുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ഇതുവരെ നോക്കിയെന്ന് കുറച്ചുകൂടെ കൂടുതൽ മാർക്കാണ് ഇതിൽ നിന്ന് വരുന്നത്. സോ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് സിവിക് കോൺഷ്യസ്നസ് ആണ്. അതായത് നമ്മളെ പൊതുബോധം, എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കേണ്ടത്, നല്ലൊരു ഭാവി സമൂഹത്തിനുണ്ടാവാൻ എന്തൊക്കെ ഗുണങ്ങളാണ് ഇവിടെ വേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ് സിവിക് കോൺഷ്യസ്നസ്. ഈ ചാപ്റ്ററിൽ തന്നെ നമ്മുടെ റോൾ മോഡൽസായ അബ്ദുൾ കലാം, മദർ തെരേസ പോലുള്ള മഹാന്മാരുടെ ജീവിതകഥകൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇവരുടെയൊക്കെ കഥകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യം എങ്ങനെ നമ്മളൊരു നല്ലൊരു പൗരനായി മാറാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഏത് രാജ്യത്തിൻ്റെ ആണോ നല്ലൊരു പൗരനായി മാറുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നത്. 3 തൊട്ട് 7 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത ചാപ്റ്റർ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ്, ചാപ്റ്റർ 11 സോഷ്യോളജി വാട്ട് വൈ. അപ്പോൾ എന്തിനാണ് ഈ സോഷ്യൽ സയൻസ് പഠിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഒരു ഉത്തരം ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം സോഷ്യൽ സയൻസിന് തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ആന്ത്രപ്പോളജി, സൈക്കോളജി, സോഷ്യോളജി, പിന്നെ അതിൻ്റെ മെത്തേഡ്സ് ഓഫ് സ്റ്റഡി. ഇത്രയും ബ്രാഞ്ചസ് ആണ് ഈ ഒരു ഒരൊറ്റ ടോപ്പിക്കിൽ നിന്ന് തന്നെ വരുന്നത്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയുടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യോളജി വാട്ട് വൈ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് 2 തൊട്ട് 3 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ആദ്യത്തെ 1 to 5 ക്വസ്റ്റ്യൻസ് 1 മാർക്കായിരിക്കും. 6 തൊട്ട് 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് 3 മാർക്കിനായിരിക്കും. 11 തൊട്ട് 15 വരെയുള്ള ക്വസ്റ്റ്യൻസ് 4 മാർക്കിനും. 16 തൊട്ട് 18ാമത്തെ ക്വസ്റ്റ്യൻ വരെ 3 മാർക്കിനും. 19 തൊട്ട് 23ാമത്തെ ക്വസ്റ്റ്യൻ വരെ 4 മാർക്കിനും. 24ാമത്തെ ക്വസ്റ്റ്യൻ 5 മാർക്കിനും. 25ാമത്തെ ക്വസ്റ്റ്യൻ 6 മാർക്കിനും ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് എസ്സേ ഒക്കെ ആയിരിക്കും വരുന്നത്, നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മാർക്കിംഗ് വെയിറ്റേജ് കണ്ട് നിങ്ങൾക്ക് എക്സാം വളരെ നന്നായിട്ട് എഴുതാൻ പറ്റുമെന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.